കുറച്ചിരുന്നു. നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനേ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് പിന്നെ ഫുഡും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ മൊബൈലിൽ വീഡിയോ എടുത്ത് നോക്കിയേ. അപ്പോൾ സമ്മതിക്കത്തില്ല, ജീവിക്കാൻ അദ്ദേഹത്തിൽ സമ്മതിക്കത്തില്ല. പിന്നെ എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് ഇത് കണ്ടില്ല, ഞാൻ ഇവിടെ കിടന്നതാണ്. അപ്പോൾ പിന്നെ അതായത് നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്വഭാവമുണ്ട്. പണ്ട് മമ്മി ദോശ ചുടുന്ന സമയത്ത് അന്ന് ഞങ്ങളെ വയനാട്ടുകാരല്ലേ, ദോശ ചുടുമ്പോൾ ദോശ ചുട്ട് കഴിയുമ്പോൾ മമ്മി കട്ടൻ കാപ്പി ഉണ്ടാക്കും. അപ്പോൾ ഈ ചൂട് ദോശയും കട്ടൻ കാപ്പിയും കൂടെ പല്ല് തേക്കാതെ എന്ത് ചെയ്യും, ഞാൻ വന്നിരുന്ന് കഴിക്കും. പല്ല് തേക്കാതെ കഴിക്കും. അതിനൊരു പ്രത്യേക സുഖമാണ്. ഒരു 3 എണ്ണം ഞാൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് പല്ല് തേക്കാതെ ചൂട് കഴിക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് മിറ്റം അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്തൊരു കമൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതായത് ഞാനത് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ മനഃപൂർവ്വം അത് പോസ്റ്റ് ചെയ്തതാണ്. കാരണം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ്, ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നത് ചിങ്ങം 1-നാണ്. ചിങ്ങം 1 തീയതിയാണ്. കാരണം ചിങ്ങം 1 മുമ്പ് കർക്കിടവാവ് ബലി ഇടുന്നതിൻ്റെ തലേദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കാൻ നിന്ന് എന്നെ കൊണ്ടല്ലേ ഇത് എൻ്റെ ഉറക്കം പോയി. അപ്പോൾ എനിക്ക് അതിന് മറുപടി എപ്പോൾ തന്നെ കൊടുക്കണമല്ലോ. അന്ന് നടന്ന സംഭവമാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അവൻ്റെ പേരാണ് സുമിത്ത്. ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുത്ത് ചെന്ന് 3-ാമത്തെ ദിവസം, വീട് വാടകയ്ക്ക് എടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വന്ന് കമൻറ്റ് എഴുതുന്ന കമൻറ്റോളികളോടാണ് ഞാൻ പറയണത്. ഈ വീഡിയോ കംപ്ലീറ്റ് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, കമൻറ്റ് വന്ന് അടിയിൽ കൊണ്ടുവന്ന് കൊണയ്ക്കാൻ. മനസ്സിലായോ? ഞാൻ വീടെടുത്തതിന് 3 ദിവസം കഴിഞ്ഞപ്പം ഇവൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ അവിടെ നിൽക്കുന്ന അവൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ മാരുതിയുടെ ഷോറൂമിൽ ഒരു ജോലിയുണ്ട്. ഇവൻ വീട്ടുകാർക്ക് മൊത്തം തലവേദനയാണ്. കാരണം അവൻ്റെ അമ്മയും മോനും കൂടെ തമ്മിൽ എന്നും അടിയാണ്. പിന്നെ ബ്രോക്കർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്തെ അതായത് നമ്മൾ താമസിക്കുന്നവരുടെ അതിരുമാന്തി അങ്ങനെ ഭയങ്കര വഴക്കെല്ലാം അവിടെ നടന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ അതിലുള്ളൂ, ഗേറ്റുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ എല്ലാ ദിവസവും നൈറ്റ് എന്ത് ചെയ്യും, നല്ല അടിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റൗട്ടിലിരിക്കും. നമുക്ക് സിറ്റൗട്ടുണ്ട്. സിറ്റൗട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം ചൂടെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരോട് സിറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ്റെ വീട് ശരിക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. ഈ സിറ്റൗട്ടിലിരുന്നിട്ട് ഞാനൊരു പെണ്ണാണ്. ആ സിറ്റൗട്ടിലിരുന്ന് കള്ള് കുടിച്ച് പൂക്കുറ്റിയായി കഴിഞ്ഞിട്ട് ഇവന് ബാത്റൂം അകത്തുണ്ട്, അവിടെ മൂത്രം ഒഴിക്കാതെ അവൻ പുറത്തിറങ്ങിയിട്ട് നമ്മളെ വാടക വീടിൻ്റെ നേരെ മുമ്പിലോട്ട് അവൻ തിരിഞ്ഞു നിന്ന് മൂത്രം ഒഴിക്കും. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം. ഞാൻ ചോദിക്കാം, കമൻ്റ് എഴുതി തായോളി നിന്നോടാണ് ചോദിക്കുന്നത്. നിൻ്റെ പെണ്ണുപിള്ളയുടെ നേരെ തുണി പൊക്കി ഇങ്ങനെ ഒരുത്തൻ പിന്നെ വന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നീ കടന്ന് പെണ്ണുപിള്ളയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യോടാ ഒഴിച്ചോടാ മൂത്രം എന്ന് പറഞ്ഞ് 2 പേരും കൂടെ അതിൻ്റെ അടിയിൽ പോയി കുളിക്കുമോ മയിരേ? നീ എന്ത് വകയിലാണ് കുടച്ചിട്ട് നീ പറഞ്ഞത് വാടക വീട് കൊടുക്കരുതെന്ന് തായോളി? നാളെ നിൻ്റെ വീട്ടിൽ നിനക്കൊരു കടം കയറി കംപ്ലീറ്റ്, അല്ലെങ്കിൽ നിനക്കൊരു അസുഖം വന്ന് കംപ്ലീറ്റ് നീ കുത്തുവാള എടുത്തു കഴിഞ്ഞാൽ നീ ആദ്യം പോണത് വാടക വീട്ടിലേക്കാണ് മയിലേ. മനസ്സിലായി? ഞാൻ ഒന്നാമതുണ്ടല്ലോ, ഞാനൊരു പെണ്ണാണ്. ഞാൻ എൻ്റെ വീട് മൊത്തം മാനേജ് ചെയ്ത് പോകുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിന് പണിയില്ലെങ്കിലും എന്ത് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴയാണേലും വെയിലാണേലും എല്ലാം ഈ സമയത്ത് ഞങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. നിനക്ക് ഈ വാടക വീട്ടിൽ കിടന്ന് ചരക്കണതിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് അറിയത്തില്ല. മനസ്സിലായോ? ഒരു വാടക വീട് നോക്കണമെങ്കിൽ അതിന് അഡ്വാൻസ് പൈസ കൊടുക്കണം, എല്ലാ മാസം കറക്റ്റ് വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. ഇതെല്ലാം അടച്ച് ഒരു വീട് നോക്കി എടുത്തതിന് 3000 രൂപ ബ്രോക്കർക്ക് കൊടുക്കണം. അതറിയാം മോനെ നിനക്ക്? നീ എന്തോന്ന് വന്നിട്ട് കൊണക്കണത്? ഇവറ്റൊക്കെ വീട് കൊടുക്കരുത്. നിൻ്റെ തന്ത സമ്പാദിച്ച വകത്ത് ഞാൻ വന്ന് വീടെടുത്തോ? ഊറി മോനെ. നിനക്ക് പേരാണ് ഷിനു. ഇനി ഇവനൊക്കെ കൂടി ചെയ്യിപ്പിക്കണം. ഷിനു. പിന്നെന്താ? BR ബ്ലോഗ്സ്. നിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിൻ്റെ അമ്മയുടെ നിൻ്റെ പെങ്ങടെ എടുത്ത് ഇതുപോലത്തെ തരവെടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നീ ചിരിച്ചോണ്ട് ഉമ്മ വയ്ക്കും ഊറി മോനെ. എന്തോന്ന് കൊണയ്ക്കണം കിടന്നോണ്ട്? ഞാൻ എന്ത് പറയണമെന്ന് പറ. നിനക്കറിയാമോ 2 പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു.
2 പൂച്ചക്കുഞ്ഞിനെ വന്ന് അടിച്ച് സിറ്റ് ഔട്ടിൽ വന്നിട്ട് തല വെട്ടിയിട്ടിട്ടുണ്ട് ഒരു ദിവസം. നല്ലൊരു പൂച്ചക്കുഞ്ഞ്, വീഡിയോയ്ക്കകത്ത് നീ നോക്കി കാണും. അതിനെ വെട്ടിയിട്ടുണ്ട്, വലിച്ചിട്ടിട്ടുണ്ട് രാവിലെ വന്ന് എണീക്കുമ്പോൾ. വേറൊരു പൂച്ചക്കുഞ്ഞുണ്ട്, അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം വെട്ടിയിട്ട്. മിണ്ടാപ്രാണികളോട് പോലും ദ്രോഹിക്കുന്നവനാണ് ആ തായോളി. മനസ്സിലായ നിനക്ക്? വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. നീ ആദ്യം കൃത്യമായിട്ട് നീ അത് മനസ്സിലാക്കണം. എന്തിനും ഏതിനും കൂട്ടുക. എടാ നീ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നല്ല തൻ്റെയോടെ നല്ല ഗഡ്സ് ഉള്ളവനാണ്. അവൻ അങ്ങോട്ട് ഇറങ്ങിച്ചത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവനെ പോയി ഞാൻ ജയിലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ജീവിതം വഴിമുട്ടും. മനസ്സിലായോ? ഞാൻ 2 കൊടുത്തതാണ്, സഹി ഇട്ടിട്ടാണ് കൊടുത്തത്. നിനക്കറിയാമോ, ഞാൻ കെട്ടിയ നെറ്റ് അത് വലിച്ചു പൊട്ടിച്ചിട്ട് എൻ്റെ 2 പൂച്ചക്കുഞ്ഞിനെ കൊന്നു. എന്തെല്ലാം ദുരിതങ്ങൾ ചെയ്തെന്നറിയാമോ ഈ ക്രിസ്ത്യാനിയായ മൈരന്മാർ? നീ പിന്നെ ക്രിസ്ത്യാനികളെ പറഞ്ഞ് അച്ഛന്മാരെ പറഞ്ഞ് വീഡിയോ നിനക്ക് ചൊറിയണോ? നീ നേരിട്ട് വാ, ഞാൻ സംസാരിക്കാം നിൻ്റെ അടുത്ത്. നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ടടാ മൈര? നിൻ്റെ അമ്മയും പെങ്ങളും ഇതുപോലെ, നിൻ്റെ പെങ്ങളും ആരെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കും ഇതുപോലെ പോക്കൃത്തരം കാണിച്ചാൽ നീ വീട്ടിൽ കയറി അടിക്കുമല്ലോ. പിന്നെ നീ എന്താന്ന് ഉണക്കണം കിടന്നുകൊണ്ട്? നീ എന്താന്ന് സംസാരിക്കണം? എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതിനകത്ത് വന്ന് സംസാരിക്കാൻ? നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് നാളെ വാടക വീടിൻ്റെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. മനസ്സിലായോ? ഞാൻ ഇഷ്ടം പോലെ ക്വാർട്ടേഴ്സിൽ കിടന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വാടക വീട്ടിൽ കിടന്നിട്ടുണ്ട്. മനസ്സിലായി? എനിക്ക് ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ ആളുകൾ, നീ താമസിക്കുന്ന വീട്ടിനകത്ത് ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പലും വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. നിന്നെ ഒരാൾ തല്ലേ നീ നോക്കിയിരിക്കുമോ? കൈ കിട്ടി അടിച്ചോടാ മോനെ എന്ന് പറഞ്ഞ് മദർ തെരേസ കാണിച്ച പോലെ നീ നിൽക്കുമോ? ഞാൻ നിൽക്കത്തില്ല. ഞാൻ പറയാനുള്ള പൊന്നുമോൻ്റെ മുഖത്ത് നോക്കിയും പറയും. ഇപ്പം നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് നാണമാനമില്ലേ എന്നിട്ട് കമൻ്റ് എഴുതി കൊണയ്ക്കാനായിട്ട്? മയിലേ തെറി നിൻ്റെ തന്തയും പറയും, എൻ്റെ തന്തയും പറയും തെറി, ഏത് പുല്ലൻ്റെ മോനും പറയും തെറി. നീ എന്നെ ഉപദേശിക്കാൻ വരരുതേ. ഒന്നാമത് പ്രാന്തെടുത്ത് നിൽക്കുന്നതാണ് നീ എന്നെ ഉപദേശിക്കാനോ കമൻ്റ് എഴുതാനോ വരും. നീ വീഡിയോ കാണാൻ എനിക്കൊരു നിർബന്ധവും. മനസ്സിലായോ? നിൻ്റെ ഒന്നും ചിലവിലല്ല ഞാൻ വാടക വീട് എടുത്തിരിക്കും. നിൻ്റെ അടുത്ത് ഞാൻ വന്നിരുന്നു, 10 പൈസ വാടക കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് വന്നായിരുന്നു. പിന്നെ നീ എനിക്ക് അവിടെ എഴുതി വയ്ക്കുന്നത് ഇവറ്റക്ക് വീട് കൊടുക്കുന്നത്. ഇവറ്റകൾ ആരടാ? ഇവറ്റകൾ ആര്? നിൻ്റെ അമ്മയും പെങ്ങളോ ഇവറ്റകൾ? കന്നുകാലി എങ്ങാണ്ട് കിടന്ന വെങ്ങ കമൻറ്റ് കൊണയ്ക്കാൻ വന്നേക്കുന്നു. കണ്ണൻ എന്തൊന്നും സംസാരിക്കാമല്ലോ. അതുകൊണ്ടാണ് കണ്ണൻ ഇങ്ങോട്ട് വീഡിയോ. കണ്ണന് ഇത്രയും സംസാരിച്ചിട്ട് അവനോടൊന്നും ഒന്നും സംസാരിക്കാനില്ല. സംസാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറയാൻ എന്താന്നാ, ഞങ്ങൾ വളരെ സാധുവായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹത്തിനോ എല്ലാവരും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്താ നടക്കണേന്ന് നോക്കാനോ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള എന്ന് വെച്ചാൽ ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല. സുമിത്ത് എന്ന് പറയുന്ന, അതായത് ഞങ്ങളുടെ വാടക വീടിൻ്റെ ഓപ്പോസിറ്റാണ് അവൻ്റെ വീട്. അവൻ 56 വയസ്സുണ്ട്. അവന് കിളവനാണവൻ. എന്നെ കണ്ടാൽ തന്നെ അറിയാം, കയ്യും കാലും വിറവലാണ്. അപ്പോൾ അന്ന് ഞാനെന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നെറ്റ് അന്ന് നമ്മൾ വന്നപ്പോൾ നെറ്റ് വലിച്ചു പൊട്ടിച്ചിട്ടില്ലേ? അപ്പോൾ കണ്ണ എന്നോട് എന്താ പറഞ്ഞത്? ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ ക്ഷമിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും ആയിട്ടും ഞാനത് വേണ്ടല്ല എന്ന് വിചാരിച്ചു. എന്തിനാണ് ഒരു വിഷയം നമ്മളായിട്ട് എന്ന് വെച്ചാൽ അവർ നാട്ടുകാരാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമ്മ സഹോദരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സമ്പത്താണ്. ഈ പെണ്ണുങ്ങളുടെ നേരെ നോക്കിയിട്ട് ഇവൻ ഈ പെനീസ് കാണിക്കലും പിന്നെ മറ്റുള്ള ലൈംഗിക ചേഷ്ടകളൊക്കെ കാണിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമപ്രാന്താണ്. ക്യാമറ അടുപ്പിച്ച് പിടിക്കും. കാമപ്രാന്തെന്ന് പറയും, മനസ്സിലായ? അതിന് ചികിത്സയില്ല. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് അനുസരിച്ച്, ഞാൻ അങ്ങനെ ആരും ഉപദ്രവിക്കാൻ പോകില്ല, പക്ഷെ എൻ്റെ മൈൻഡ് അനുസരിച്ച് അവൻ്റെ പെനീസ്, അതായത് അവൻ്റെ ലിംഗം കട്ട് ചെയ്തെടുക്കും. എൻ്റെ മൈൻഡ് അതാ. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ ലിംഗം ഞാൻ കട്ട് ചെയ്തെടുക്കും, റിയലായിട്ട് ചെയ്ത് കളയും. കാരണം ഞാൻ വളരെ ശാന്തമായിട്ട് ജീവിക്കണം. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയാൽ, ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അവൻ്റെ ലിംഗം കട്ട് ചെയ്തെടുക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം ഈ വന്നിരിക്കുന്ന BR ബ്ലോഗ്സും പിന്നെ എന്താണ് അവൻ്റെ പേര്, ഷിനു 332, നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. നമുക്ക് കുറച്ച് മാന്യതയുണ്ട്. ആ മാന്യത വിട്ട് കണ്ടവൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള കമൻറ്റുകൾ ഇടാണ്ടിരിക്കുക.
അല്ലെങ്കിൽ നീ ഒരു പണി ചെയ്യണം, നിൻ്റെ വീട്ടിലിരിക്കണം നിൻ്റെ പെങ്ങളെ അവിടെ കൊണ്ട് കുറച്ച് നാൾ താമസിപ്പിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ നിൻ്റെ അമ്മനെ കൊണ്ട് അവിടെ താമസിപ്പിക്കുക. നിൻ്റെ അമ്മ പറഞ്ഞു തരും. ഫ്രണ്ടിൽ കിടക്കണ സുമിത്ത് പെനീസ് കാണിക്കുന്നുണ്ടോ? പെനീസ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ലിംഗം, മനുഷ്യലിംഗം കാണിച്ചു തരുന്നുണ്ടോ? മൂത്രമൊഴിക്കുന്നുണ്ടോ? ഞാനവനെ, ഈ സുമിത്ത് എന്ന് പറയുന്നവനെ കറക്റ്റായിട്ട് ഞാൻ പിടിച്ചതാണ്. അവന് കാമപ്രാന്താണ്. അവസാനമാണ് നമ്മൾ നെറ്റ് ഒളിഞ്ഞു നോട്ടമുണ്ട്, കാമപ്രാന്തുമാണ്. 24 മണിക്കൂറും കഞ്ചാവും വെള്ളത്തിലും നടക്കണ ഒരുത്തനാണ് അവൻ. അവൻ കള്ളു കുടിച്ചിട്ട് വന്ന് ഗേറ്റിന്റെ അടുത്ത് നിന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. വെറുതെ വന്ന് കമന്റ് എഴുതുമ്പോൾ നിന്റെ വീട്ടിനകത്താ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ കൈകെട്ടി നോക്കിയിരിക്കുവോ? ഷിനു, നീ കൈകെട്ടി നോക്കിയിരിക്കോ? VR വ്ളോഗ് നീ കൈകെട്ടി നോക്കിയിരിക്കോ? നീ ചാടി ഇറങ്ങുമല്ലോ താഴെ മോനേന്ന് മറ്റേ മോനേന്നൊക്കെ വിളിച്ച് നീ ചാടി ഇറങ്ങും. ഞങ്ങളെന്താ ഇറങ്ങാത്തതെന്നറിയാമോ? ഞങ്ങൾ ഇറങ്ങാത്തത് വളരെ മാക്സിമം ഞങ്ങൾ ക്ഷമിച്ച് നിന്നു. 2 മാസം ഞാൻ ഇവൻ്റെ പോക്കൃത്തരം ഞങ്ങൾ ക്ഷമിച്ച് നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം എന്താ പറയുക, ഇത്രയും കാലം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ട് ഞങ്ങൾ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നീ എന്താ അറിഞ്ഞോണ്ടിടാ കൊണയ്ക്കാൻ വന്ന് എഴുതിയ കമൻറ്റ്? നീ നേരിട്ട് വാ, ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. നീ നേരിട്ട് വാ, ഞങ്ങളെ ഒന്ന് വന്ന് കാണും. എന്താ സംഭവം എന്ന് അറിഞ്ഞേച്ച് നീ വന്ന് കമൻറ്റ് എഴുത്. അപ്പം നീ ചെന്ന് അടിക്കോ അവൻ്റെ ചള്ളക്കിട്ട്. അല്ല ചുമ്മാ കയറി കൊണയ്ക്കാനായിട്ട് വരരുത്. മനസ്സിലായില്ലേ? എന്ത് മോനെ അവനെ വിളിക്കണം? കണ്ണന് പറ്റുന്ന കുഴപ്പമാണിത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഷിനു, നീ നിന്റെ അമ്മയോ അല്ലെ നിന്റെ സഹോദരിയോ അല്ലെ നിന്റെ ഭാര്യനെ അവിടെ കൊണ്ട് വാടകയ്ക്ക് താമസിപ്പിക്കുക. അപ്പം ഈ സുമിത്ത് എന്ന് പറയുന്നവൻ്റെ ലൈംഗിക ചേഷ്ടകൾ 10 മണി തുടങ്ങി, രാത്രി 10 മണി തുടങ്ങി. അവൻ കഞ്ചാവും വെള്ളവും അടിച്ചു കഴിയാൻ നേരത്ത് 10 മണിയാവും അടിച്ച് നിൽക്കുമ്പോൾ. ആ സമയത്ത് നിൻ്റെ പെങ്ങളോട് അവിടെ പാത്രം കഴുകാനോ അല്ലെ മുറ്റടിക്കാനോ അല്ലെ ലൈറ്റ് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ അവൻ്റെ ലിംഗം എടുത്ത് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കാണിച്ചു കൊടുക്കും. അവന് കാമപ്രാന്ത്. തുണിയും പൊക്കി പിടിച്ചോണ്ടാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് മൂത്രമൊഴിക്കാൻ വരണം. നമ്മൾ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ പരമാവധി ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് കഥ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് നെറ്റ് മനഃപൂർവ്വം ചെയ്യണതാണിത്. ഞാൻ ഈ പറയുന്ന ഈ പാസ്റ്റർ എന്ന് പറയുന്ന അവനോട് ചോദിച്ചിട്ട് അവനെ ആദ്യം പറഞ്ഞു വിട്ടു. ജേക്കബിനെ ആദ്യം പറഞ്ഞു വിട്ടു നമ്മളവിടെ. ജേക്കബും അവന്റെ ഭാര്യയും കൂടി പോയിട്ട് ആദ്യത്തെ പോയി താക്കീത് കൊടുത്തതാണ്. പിന്നെ അവർ ഒത്തുകളിയാന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ ജേക്കബിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവിടെ പച്ച നെറ്റ് വലിച്ചു കെട്ടി. എന്ന് വെച്ചാൽ നമുക്കൊരു മാന്യതയുണ്ട്, മനസ്സിലായ? എന്നിട്ട് ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് തിരിച്ചു വന്ന വഴി എന്ത് ചെയ്ത്, രാത്രി വന്നപ്പോൾ ആ നെറ്റ് വലിച്ചു പൊട്ടിച്ചിട്ടേക്ക്. അപ്പോഴും എന്നോട് കണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കണ്ണ എനിക്ക് പെട്ടെന്ന് അരിശ വരും. എന്നോട് പറയും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരിക്കണം, നമുക്ക് ഇവിടുന്ന് മാറുന്നോളം വരെ. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായോ? സഹി കെട്ട് കള്ളും കുടിച്ചിട്ട് അവൻ ഞങ്ങളെ വീട്ടിലോട്ട് ചന്ദനത്തിരി കത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുടിച്ച് കയറി വരുമ്പോൾ പിന്നെ ഞാൻ ഉമ്മ വെക്കണോടാ. നീ എന്തെന്ന് പറയുന്നത്? നിനക്ക് വിവരമില്ലേടാ? നീ മലയാളിയാണോ? ചോറ് തിന്നുന്ന വിവരമില്ലേ? നീ അല്ലേ തീട്ടാണോ തിന്നണത്? നാണോ ഇല്ലാതെ വന്ന് കമന്റ് എഴുതി വെക്കണത്. നിന്റെ പെങ്ങളെ അമ്മയെ നീ ഒരു വാടക വീടെടുത്തിട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീ ഉമ്മ വെക്കോ? അത് പറ. നീ പറ, നിന്റെ പെങ്ങൾ ഉമ്മ വെക്കോ? ഇതിന് രണ്ടിന് ആൻസർ നീ എനിക്ക് സുമിത്തിന്റെ ലിംഗത്തിൽ ഇപ്പൊ ഒരു ഉമ്മ കൊടുക്ക്. അതാണ് നിനക്ക് പറ്റിയ തൊഴിൽ, അതാണ് നിനക്ക് നല്ലത്. വിവരമില്ലാത്ത കുറെ എണ്ണം അത് ചെയ്യും.